morning all. Okay. നമ്മള് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്ററില് കഴിഞ്ഞ ക്ലാസ്സില് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് പറഞ്ഞത്. അതില് പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ദെൻ ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ള അഡ്വാൻറ്റേജസ്, ഈ 2 പോയിന്റ്സ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ആണോ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരാരില്ല? അഡ്വാൻറ്റേജസ് വരെയല്ലേ പറഞ്ഞത്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫോർ പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, then hospital സ്റ്റാഫിനുള്ള അഡ്വാൻറ്റേജസ് 2-3 ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസും ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, ദെൻ ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് കൊണ്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഈസി പർച്ചേസ് ഓഫ് gases in large quantities at favorable terms. Easy purchase of gases, നമുക്ക് ഈസി ആയിട്ട് ഗ്യാസസ് പർച്ചേസ് ചെയ്യാന്ന് ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസിൽ, അതായത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള അളവില് വ്യവസ്ഥയിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിൽ പർച്ചേസ് ചെയ്യാന്ന്. ചെറിയ ഗ്യാസ് സിലിണ്ടറുകളാണെങ്കിൽ നമുക്ക് സിലിണ്ടർ തീർന്നതിനനുസരിച്ച് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ സെൻട്രലൈസ്ഡ് ആവുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിലാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇക്കോണമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. സാമ്പത്തികമായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് ലാഭം കിട്ടുമെന്ന്, അതായത് സിലിണ്ടർ പർച്ചേസ് സെൻട്രലൈസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഇതാകുമ്പോൾ നമ്മൾ എപ്പോഴും തീരുമ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ സെൻട്രലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലാർജ് ക്വാണ്ടിറ്റീസിൽ തന്നെയാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ലാഭമാണെന്ന്. മൂന്നാമതായിട്ട് പറയുന്നത് ലെസർ ബ്രേക്കേജ്. ബ്രേക്കേജ് ഒക്കെ സംഭവിക്കുന്നതിന് ലെസ് ചെയ്യാന്ന്, കുറയ്ക്കാന്ന്, അതായത് മീൻസ് പൊട്ടലുകളൊന്നും സംഭവിക്കില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു സിലിണ്ടറുകളൊക്കെയാണ് പേഷ്യന്റിന്റെ അടുത്ത് വെക്കുന്നതെങ്കിൽ അത് നീക്കുമ്പോഴും മറക്കുമ്പോഴും ഒക്കെ പൊട്ടലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസ്ക് ഒക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. Then rationalization in ordering, storing and transporting a wide variety and size of gas cylinder. റാഷണലൈസേഷൻ, അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ റാഷണലൈസേഷൻ എന്ന് വെച്ചാൽ വൈവിധ്യങ്ങൾ, വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ വലുപ്പവും അതുപോലെ തന്നെ സംഭരിക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഗ്യാസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് എളുപ്പമാണെന്ന് അല്ലെ. ട്രാൻസ്പോർട്ടിന്റെ സൗകര്യം ഒന്നും വേണ്ട, സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് പൈപ്പിംഗ് വഴി നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലോട്ടും അല്ലെങ്കിൽ എല്ലാ റൂമിലേക്കും നമുക്ക് ആവശ്യാനുസരണം മെഡിക്കൽ ഗ്യാസ് ലഭിക്കുന്നു. ഇപ്പൊ ട്രാൻസ്പോർട്ടിന്റെ ബുദ്ധിമുട്ടൊന്നും വരില്ല. Then less damage to building. ഡ്യൂ ആണ് കേട്ടോ, ഡ്യൂ ടു എന്നാക്കാം. ടെക്സ്റ്റിൽ എങ്ങനെയാ കിടക്കുന്നത്? ഓവിങ് ടു എന്നാണോ? ഓവിങ് ടു എന്നും വരും, ഡ്യൂ ടു എന്നും ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. തിരുത്തണ്ട, ഓവിങ് എന്ന് വെച്ചാൽ അത് മൂലം എന്നൊക്കെ നമ്മളൊരു മീനിങ് പറയില്ലേ, ഡ്യൂ ടു എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. അതായത് ബിൽഡിങ്ങിലൊന്നും പൊട്ടലും കാര്യങ്ങളൊന്നും വരില്ലാതെ സിലിണ്ടറുകൾ ഹാൻഡിൽ ചെയ്തത് മൂലം നമുക്ക് ബിൽഡിംഗ് പൊട്ടുകയോ ടൈൽസ് ഒക്കെ പൊട്ടാനും അങ്ങനെയൊക്കെ ചാൻസ് വളരെ കുറവാണെന്ന്. സെൻട്രലൈസ്ഡ് ആണല്ലോ, അതിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ബിൽഡിങ്സിന് വരുന്നില്ല. ഓക്കെ, ഇത്രയുമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എന്താണ് അവർക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ്. ISO അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ഗ്യാസസിന്റെ കളർ കോഡ് ആണ് ഇനി പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ടും ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. സോ അത് ബൈ ഹാർട്ട് ചെയ്ത് ഇപ്പൊ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത്
വായിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, നമ്മൾ പഠിച്ച മെഡിക്കൽ ഗ്യാസസ് 7 മെഡിക്കൽ ഗ്യാസസ് പഠിച്ചു അല്ലേ? ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്, മെഡിക്കൽ എയർ, സക്ഷൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇവയുടെ നിറങ്ങളാണ്, കളർ കോഡുകളാണ് ഇനി നോക്കുന്നത്. ഓക്സിജൻ ഏതായിരുന്നു കളർ കോഡ്? വൈറ്റ് കളർ അല്ലെ? നമ്മള് ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വൈറ്റ് കളറിൽ ഗ്യാസ് സിലിണ്ടർ വരുന്നത്. കണ്ടിട്ടുണ്ടോ? സിലിണ്ടറിന്റെ ആ ഒരു കുറ്റി വൈറ്റ് കളറ് കണ്ടിട്ടില്ല ആരോ? ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഓക്സിജൻ സിലിണ്ടർ. അപ്പോ ഇനി പോകുമ്പോ കാണുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ, വൈറ്റ് കളറിലെ സിലിണ്ടർ ആണ് ഓക്സിജൻ. ഓക്കെ, അപ്പോ ഓക്സിജൻ ഗ്യാസസിന്റെ നിറം എന്താണ്? വൈറ്റ് കളർ ആണ്. ദെൻ നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഓർമ്മയുണ്ടാകും നോക്കട്ടെ. നൈട്രസ് ഓക്സൈഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്തായിരുന്നു? ആർക്കും അറിയില്ല? നൈട്രസ് ഓക്സൈഡ് ഒരു ഫിലിമിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? എക്സാമ്പിള് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ, നൈട്രസ് ഓക്സൈഡ് അതിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ കളർ. ദെൻ മെഡിക്കൽ എയർ. മെഡിക്കൽ എയർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഉണ്ടാകാം, വൈറ്റ് ഉണ്ടാവാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആണ്. ദെൻ സക്ഷൻ യെല്ലോ കളർ, നൈട്രജൻ ബ്ലാക്ക് കളർ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഓക്കെ, ഇത് വായിച്ചു നോക്കാം. ഒരു 5 പ്രാവശ്യം ആ ടേബിൾ അത് വായിക്കാം കേട്ടോ. 5 പ്രാവശ്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ചിരിക്കണം. വായിച്ചു നോക്കിക്കോളൂ. 5 പ്രാവശ്യം, പെട്ടെന്ന് 5 പ്രാവശ്യം വായിക്കാം. വായിക്കുമ്പോ തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ടേബിള്? കളർ കോഡ് പഠിച്ച എല്ലാവരും ഓക്സിജൻ വൈറ്റ് കളർ, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ യെല്ലോ, നൈട്രജൻ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് safe practices when working with compressed gases. കംപ്രസ്ഡ് ഗ്യാസസിന് നമ്മൾ അതിനുപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട രീതികളാണ് പറയുന്നത്. അതില് ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ. അതായത് ഐഡന്റിഫൈ ചെയ്യണമെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണമല്ലോ ഇത് ഏത് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ആ മെഡിക്കൽ ഗ്യാസ് ഏത് കണ്ടീഷൻസിലാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. ഈ ഒരുപാട് അധികമൊന്നും ഇല്ല, മാക്സിമം സിമ്പിൾ ആക്കി തന്നിരിക്കുകയാണ്. സോ അത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയണില്ല, കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളപ്പോ ഇച്ചിരി പെട്ടെന്ന് അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. സോ മനസ്സിലാക്കി പഠിക്കാം, മനസ്സിലാക്കിയത് സിമ്പിൾ ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ ഇങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടൻസ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ should be distinctly recognized. അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോ നമുക്കറിയാം വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ ഗ്യാസ് ആണ്, നമ്മൾ അത് തിരിച്ചറിഞ്ഞിരിക്കണം എന്ന്. ഇത് ഏത് ഗ്യാസ് ആണ് അല്ലെങ്കിൽ അത് ഏത് മെഡിക്കൽ ഗ്യാസ് ആണെന്ന് അറിവുണ്ടായിരിക്കണം. ഇനി നമുക്ക് അറിവില്ലെങ്കിൽ അത് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഫസ്റ്റ് കാര്യം എന്താണ് മനസ്സിലാക്കേണ്ടത്? കണ്ടന്റ്. അതായത് കണ്ടന്റ് എന്ന് വെച്ചാൽ അത് എന്താണ്, അതിന്റെ ഉള്ളിലുള്ളത് മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം?
തിരിച്ചറിഞ്ഞിരിക്കണം. സെക്കൻഡ് വൺ, കളർ കോഡിംഗ് ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ മീൻസ് of identification. Cylinder colors differ from supplier to supplier. ഇനി പിന്നെ നമ്മൾ പറയുന്നത് കളർ കോഡിനെ മാത്രം ആശ്രയിച്ചിരിക്കരുതെന്ന്. കാരണം നമ്മൾ കളർ കോഡ് പഠിച്ചല്ലോ. പക്ഷേ ഈ കളർ കോഡിനെ മാത്രം നോക്കരുതും. ചിലപ്പോൾ ചില സപ്ലയറിന് വ്യത്യാസം ഉണ്ടാകുന്നു. അതായത് ഇപ്പോ നമ്മുടെ വീട്ടിലും നമ്മളെ പാചകത്തിനായിട്ട് ഗ്യാസ് സിലിണ്ടർ എല്ലാവരും ഉപയോഗിക്കാറില്ലേ? പക്ഷെ ചിലപ്പോൾ അതിന്റെ നിറം വ്യത്യാസം ഉണ്ടാകും. അത് ഓരോ സപ്ലയേഴ്സിന്റെ ഗ്യാസ് സിലിണ്ടർ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. കളറിൽ വ്യത്യാസം വരും ഇല്ലേ? പക്ഷെ പാചകത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളെല്ലാം ഒന്ന് തന്നെയാണ് ഗ്യാസ്. പക്ഷെ സപ്ലയർ ചെയ്യുമ്പോൾ പല പല സപ്ലയേഴ്സിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ അവിടെ കളർ ചേഞ്ചസ് വരാറുണ്ടോ? അതായത് ഗ്യാസ് ഒന്ന് തന്നെയാണ്, പക്ഷെ കളർ വ്യത്യാസങ്ങൾ വരാവുന്ന സപ്ലയേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കളറുകൾ വ്യത്യാസം വരാം. സോ അതുകൊണ്ടാണ് പറയുന്നത് കളർ കോഡിനെ മാത്രം ആശ്രയിച്ച് ഉപയോഗിക്കരുതെന്ന്. ചിലപ്പോൾ ഡിഫറെന്റ് കളറൊക്കെ ആയിരിക്കും. ഓക്സിജൻ വൈറ്റ് ആണ് എങ്കിലും ചിലപ്പോൾ വേറെ സപ്ലയർ വേറെ കളർ ചേഞ്ചസ് ആ ഒരു സിലിണ്ടറിന് കളർ ചേഞ്ചസ് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ കളർ കോഡിനെ മാത്രം ആശ്രയിക്കരുത്. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, do not disfigure or remove any marking tags or stencils mark used for identification of contents attached by gas vendor. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന മെഡിക്കൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയും. നമ്മൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അതിൽ ടാഗ് ഒക്കെ ഉണ്ടാകും ഇല്ലേ? ഒരു നൂലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ടാഗ് ഉണ്ടാകും. അതുപോലെ സ്റ്റെൻസിൽ മാർക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും എഴുതിയിട്ടുള്ളത് അക്ഷരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള മാർക്കുകൾ ഉണ്ടാകും, ടാഗുകളൊക്കെ ഉണ്ടാവില്ലേ? വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി വരുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ പഠിക്കണല്ലേ എന്തായാലും. ഗ്യാസ് ആണ്, പക്ഷേ നമ്മുടെ വീട്ടിൽ വരുന്ന ഗ്യാസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോ അതില് ഇതുപോലെ ടാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഡിസ്ഫിഗർ ചെയ്യാൻ പാടില്ല എന്ന്, അതായത് മാറ്റി നീക്കം ചെയ്യാൻ പാടില്ല. ടാഗുകളും മറ്റും നീക്കം ചെയ്യാൻ പാടില്ല. Then അടുത്ത പോയിന്റ് നോക്കാം. Cylinders which do not have clearly written, stamped or stenciled identification of the contents should be not used, and the gas vendor should be contacted for removal. ഇനി കൊണ്ടുവരുന്ന ഗ്യാസ് സിലിണ്ടർ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ഗ്യാസ് സിലിണ്ടറില്ല റിട്ടേൺ, അതായത് അതിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല, സ്റ്റാമ്പ് ഒന്നുമില്ല, അതുപോലെ ടാഗ് ഒന്നുമില്ല എങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. സോ ഇങ്ങനെ ടാഗും അതുപോലെ തന്നെ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ ഗ്യാസ് വെണ്ടർ വിളിക്കാം. വെണ്ടർ എന്ന് വെച്ചാൽ ഉടമ, കൊണ്ടുവരുന്ന കമ്പനിയിൽ നിന്നുള്ള ആ ഉടമേനെ വിളിച്ചിട്ട് അത് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്തിട്ട് വേറൊരു ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കാം. Then read the MS, DS and labels for all materials you work with. MS, DS എഴുതി വെക്കുക ഫുൾ ഫോം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഫുൾ ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. കമന്റ് ചെയ്യണോ? ടൈപ്പ് ചെയ്യണോ? ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, മെറ്റീരിയൽ ഡാറ്റ സേഫ്റ്റി ഷീറ്റ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ യൂസർ മാനുവൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്?
യൂസർ മാനുവൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു മിക്സി ഒക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ചെറിയൊരു ബുക്ക് പോലെ ഉണ്ടാകും. എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പിക്ചറൊക്കെ കൊടുത്തിട്ട് യൂസർ മാനുവൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും പുതിയ നിങ്ങൾ ഫോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു യൂസർ മാനുവൽ പോലെ ചെറിയൊരു ബുക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് പിക്ചർ അടക്കം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതി ഉണ്ടാകും. അതുപോലെ തന്നെയാണ് MSDS എന്ന് പറയുന്നത്. അതായത് ആ മെഡിക്കൽ ഗ്യാസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. സോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മള് MSDS ഒക്കെ വായിച്ചു നോക്കിയിട്ട് വേണം ഇത് പ്രവർത്തിക്കാനായിട്ട്. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ പേഷ്യൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് വായിച്ചിട്ട് നോക്കാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ കണ്ടന്റ്സിൽ പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ പറയുന്നത്, ഫസ്റ്റ് വൺ ഗ്യാസ് സിലിണ്ടർ ഡിസ്റ്റിങ്ക്ട്ലി റെക്കഗ്നൈസ്ഡ്, അതായത് കണ്ടന്റ് നമ്മൾ ഏത് ഗ്യാസ് സിലിണ്ടർ ആണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നത് കളർ കോഡിംഗ് ഇസ് നോട്ട് ഡിപ്പെൻഡബിൾ, കളർ കോഡിങ്ങിനെ മാത്രം ആശ്രയിക്കാൻ പാടില്ല. കാരണം പല സപ്ലയേഴ്സിനും കളർ കോഡുകൾ ഡിഫറൻസ് ഉണ്ടാകാം. സോ കളർ കോഡിനെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല. കാരണം കണ്ടന്റ് മനസ്സിലാക്കാം, എന്താണോ അതിന്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കാം. Do not disfigure or remove any marking, tags or stencil marks. ഇപ്പോ സ്റ്റെൻസിൽ മാർക്കുകളോ അല്ലെങ്കിൽ ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. Then cylinder which do not have clearly written, stamped or stenciled identification of the contents not be used. ഇനി ഇങ്ങനെ ഐഡന്റിഫിക്കേഷനും കണ്ടന്റും അല്ലെങ്കിൽ ടാഗൊന്നും ഇല്ലാത്ത മെഡിക്കൽ ഗ്യാസസുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കാൻ അങ്ങനെയുള്ള ഗ്യാസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഉടമയെ അറിയിക്കുക, അത് റിമൂവ് ചെയ്യുക. Then read MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയ പോയിന്റ്സുകള് ഇതുപോലെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, മാക്സിമം ഒരു ഷോർട്ട് ആയിട്ട് പറഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ചിലവർക്ക് കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഈ ഒരു സെക്ഷൻ. കുഴപ്പമില്ല, പോയിന്റ്സുകളാണ്, എന്തായാലും നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. വായിച്ചു നോക്കാം കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് വായിക്കാം. ഫോർത്ത് വൺ പറയുന്നത് MSDS എന്താ, സോറി, അതായത് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഗ്യാസ് വാങ്ങിക്കുമല്ലോ, ആ സിലിണ്ടറിന് ടാഗ് ഇല്ല, ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല എങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ കൊണ്ടുവന്ന ഉടമേനെ വിളിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ട് വേറൊരു സിലിണ്ടർ മാറ്റി വാങ്ങിക്കാം. ഓക്കെ, ടാഗ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ. MSDS ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫുൾ ഫോം എക്സാമിന് ചോദിക്കും. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ്? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്. നമ്മളത് പ്രവർത്തിപ്പിക്കുമ്പോൾ സേഫ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടറുകൾ എപ്പോഴും സുരക്ഷിതമായിട്ട് വെച്ചിരിക്കണം. നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൾവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ ടു എക്യുപ്മെന്റ്. സിലിണ്ടർ നമ്മൾ ഏതെങ്കിലും റെഗുലേറ്റർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയിട്ടോ ഘടിപ്പിക്കാതെ നമ്മൾ ഒരിക്കലും സിലിണ്ടർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. സിലിണ്ടറിന്റെ വാൾവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന്. എന്തില്ല, ഒരു റെഗുലേറ്ററുമായിട്ടോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റോ ആയിട്ടോ സിലിണ്ടർ ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും വാൾവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓപ്പൺ ചെയ്താൽ എന്താണ്, ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് പോകാം. ദെൻ എന്തെങ്കിലും തീയൊക്കെ വരാനായിട്ട്, ഫയർ ഒക്കെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. തീപിടുത്തം, പൊട്ടിത്തെറിയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് സിലിണ്ടർ
ഒരു റെഗുലേറ്റർ ആയിട്ടോ ഒരു എക്യുപ്മെന്റ് ആയിട്ടോ ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. നമ്മളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ കൊണ്ടുവന്നു അല്ലെ, നമ്മൾ അത് നമ്മളുടെ സ്റ്റൗവിലോട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യില്ലേ? പാചക സിലിണ്ടർ കൊണ്ടുവന്നിട്ട് ഗ്യാസ് സിലിണ്ടറിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യാതെ വെറുതെ സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ചെയ്തിട്ടാൽ എന്താ സംഭവിക്കുക? ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ, പോകില്ലേ? അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുന്നു. സോ നമ്മളിത് കണക്ട് ചെയ്യാതെ നമ്മൾ ഒരിക്കലും വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നേക്കഡ് ഫ്ലെയിം. ഇനി ലീക്ക് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്താണ് നേക്കഡ് ഫ്ലെയിം വെച്ച് നോക്കരുതെന്ന്. നേക്കഡ് ഫ്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് നഗ്നജ്വാല എന്നാണ് അർത്ഥം. നഗ്നജ്വാല മലയാളത്തിലാണല്ലോ. അതായത് ഇപ്പൊ നമ്മള് ഗ്യാസ് സിലിണ്ടർ ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട്, ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ നിങ്ങൾ വീട്ടിൽ തീർന്നു വിചാരിക്കട്ടെ, പുതിയ സിലിണ്ടർ വെച്ചു. സിലിണ്ടർ വെച്ചിട്ട് നമ്മള് ഗ്യാസ് ഒന്ന് കത്തിച്ച് നോക്കാറുണ്ട്. ലീക്ക് ഉണ്ടാകും. നോക്കാറുണ്ടോ? വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അത്യാവശ്യം അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഗ്യാസ് സിലിണ്ടർ നമ്മൾ പുതിയത് വെച്ചിട്ടേ നമ്മളൊന്ന് കത്തിച്ച് നോക്കും, ലീക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അറിയാം. നോക്കാറില്ലേ? ആരും നോക്കാറില്ല. നോക്കും. എങ്ങനെയാ നോക്കുന്നത്? ചെറിയൊരു തീയിൽ മാത്രം നോക്കാൻ പാടുള്ളൂ. വലിയൊരു കടലാസ് കത്തിച്ചിട്ടാണോ നമ്മള്, അല്ലെങ്കിൽ വലിയൊരു തീ കത്തിച്ചുകൊണ്ടാണോ നമ്മൾ നോക്കാറ്? അല്ല. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് നോക്കും അല്ലെ, അടിച്ചു നോക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. നേക്കഡ്, അതായത് ചെറിയൊരു നേക്കിൽ മാത്രം നമ്മള് നെവർ ബി ടെസ്റ്റഡ് നേക്കഡ്. വലിയൊരു തീയിൽ വെച്ചിട്ട് ലീക്ക് ഉണ്ടാകുന്ന പോയി നോക്കാൻ പാടില്ലാന്ന്. ചെറിയൊരു പോയിന്റിൽ മാത്രമേ ലീക്ക് ഉണ്ടാകുന്ന നോക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആളി കത്താനൊക്കെ ചാൻസ് ഉണ്ട്. Then open and close valve using only reasonable force. അതുപോലെ തന്നെ സിലിണ്ടർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒരു റീസണബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളത്. നമ്മുടെ എല്ലാ ബലവും കൂടി പോയിട്ട് അതിപ്പോ പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ അത് വാൽവ് പിടിക്കുവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ബലം മാത്രം പ്രയോഗിച്ചാൽ മതി ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. നോർമൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കുക. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ. ഇനി സിലിണ്ടർ ഓപ്പൺ ചെയ്യേണ്ടത് എപ്പോഴും ഒന്നില്ലെങ്കിൽ ഹാൻഡ് വീല്, അതായത് ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡ് വീൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സിലിണ്ടർ വാൽവ് കീ. ഇത് രണ്ടും ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. Then cylinder valve key anti-clockwise close by turning the hand wheel or cylinder valve key clockwise. നോക്കാം, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ. അതായത് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. ഒരു ചെറിയൊരു ഫോഴ്സിൽ മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട്, ന്യായമായിട്ടുള്ള ഒരു ബലം ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുക. ദെൻ എന്താണ്? വാൽവ് എന്ത് ചെയ്യാം? തുറക്കുകയും അടക്കുകയും ചെയ്യേണ്ടത് ചെറിയൊരു ബലം പ്രയോഗിച്ചായിരിക്കണം. അല്ലെങ്കിൽ ഹാൻഡ് വീൽ ഉപയോഗിച്ചോ വാൽവ് എന്താണ് കീ ഉപയോഗിച്ചിട്ടോ എതിർ ദിശയിൽ ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ആന്റി ക്ലോക്ക് വൈസിലാണ് സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, എതിർ ദിശയിൽ ഓപ്പോസിറ്റ് ആയിട്ട് വേണം ഓപ്പൺ ചെയ്യുവാൻ. ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസിൽ കറക്റ്റ് ആയിട്ടുള്ള ദിശയിൽ ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഒന്ന് സൈഡിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. ഈ ഒരു പോയിന്റിന്റെ സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കാം. ഓപ്പൺ എഴുതാം, ഓപ്പൺ എഴുതാം, ഓപ്പൺ ഇട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ട് ആന്റി ക്ലോക്ക് വൈസ്. സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കുന്നു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേത്രങ്ങൾ എന്നല്ല, നേക്കഡ് ഫ്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ വെച്ചു, ഇപ്പൊ നമ്മൾ സിലിണ്ടർ തീർന്നു, പുതിയൊരു ഗ്യാസ് നിങ്ങൾ വെച്ചെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അത് കത്തുന്നുണ്ടാകുന്ന ഗ്യാസിൽ കത്തിച്ച് നോക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്കേജസ് ഒക്കെ ഉണ്ടാകും നോക്കും. അത് വലിയൊരു തീ വെച്ചാണോ നമ്മൾ നോക്കുന്നത്? അങ്ങനെയാണോ? വലിയൊരു തീ മീൻസ് വലിയൊരു കടലാസൊക്കെ കത്തിച്ചിട്ട് ഭയങ്കര ഒരു തീയിലാണോ നമ്മൾ ചുറ്റുമൂന്ന് കത്തിച്ച് നോക്കുന്നത്? അല്ലാലോ, നമ്മൾ ചെറിയൊരു പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നോക്കുന്നത്. ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വലിയൊരു തീ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ലീക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റിൽ ക്ലിയർ ആയോ? ചെറിയൊരു പോയിന്റിൽ മാത്രമേ നമ്മൾ ലീക്കേജ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പാടുള്ളൂ. വലിയൊരു തീ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ലീക്കേജ് ഉണ്ടെങ്കിൽ അത് മൊത്തം ആളിപ്പടരാനൊക്കെ ചാൻസ് ഉണ്ട്. തന്നിരിക്കുന്ന ടേമേ പെട്ടെന്ന് ക്ലിക്ക് ആവില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് എക്സാമ്പിൾ എടുത്തിട്ടത്. ക്ലിയർ ആയോ? ഇപ്പൊ അതായത് വലിയൊരു തീ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ലീക്കേജ് ഒന്നും നോക്കാൻ പാടില്ല. അതിപ്പോ നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ.
ഇപ്പൊ സ്റ്റൗവിലേക്ക് പോയിട്ട് നിങ്ങൾ എന്താണ് ചിലവർക്കൊരു ഇതുണ്ട് കേട്ടോ, ഞാൻ പറയാം. അതായത് നമ്മൾ ഗ്യാസ് സിലിണ്ടർ കത്തിച്ചിട്ട് ഒരു ചെറിയ തിരിയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കാനൊക്കെ ആണെങ്കിലേ ചിലവര് നമ്മൾ അടുപ്പിൽ കണ്ടിട്ട് ചൂട്ടൊക്കെ ഉണ്ടാവില്ലോ, വിറകെല്ലാം ചൂട്ടൊക്കെ കത്തിക്കുമല്ലോ. അതിങ്ങനെ അങ്ങനെ പട വെച്ചിട്ട് തീയിൽ ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറിൽ വേണ്ടി കത്തിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഓക്കെ. അപ്പൊ ചെറിയൊരു തീയിൽ മാത്രം വെച്ച് നോക്കാമോ. ഓക്കെ, എഴുതി വെക്കുക. ഓപ്പൺ വെച്ചിട്ട് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ്. അത് രണ്ടോ മൂന്നോ എഴുതി വെച്ചേക്കും. പെട്ടെന്ന് ആ ഒരു സെന്റൻസിലുള്ള കാര്യങ്ങളാണ്. ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസും ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസും. അത് സിമ്പിൾ ആണല്ലോ. ക്ലോക്ക് ക്ലോസ് ചെയ്യാം, ക്ലോക്ക് വൈസിൽ ക്ലോസ് ചെയ്യാം. എഴുതി വെച്ചോ? ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസും ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്തിട്ട്. The last one, the storage area should be safe, well ventilated and clean at any time. ഈ നമ്മൾ കൊണ്ടുവരുന്ന ഈ മെഡിക്കൽ ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയ സേഫ് ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം, അത്യാവശ്യം വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, എപ്പോഴും ക്ലീൻ ആയിരിക്കണം. The ground surface should be fairly level and firm, preferably concrete, that always for easy trolley access. ഇനി നമ്മളിത് കൊണ്ടുവരുന്ന സർഫേസ്, ആ ഒരു പ്രതലം ഫെയർലി നിരപ്പായിട്ടുള്ള ഒരു പ്രതലമായിരിക്കണം. പ്രിഫർ ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഗ്രൗണ്ട്, അതായത് ട്രോളിയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ എളുപ്പത്തില്ല, ഒരു എന്താ പറയാ ട്രോളി കൊണ്ടുവരാനായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഒരു പ്രതലമായിരിക്കണം സിലിണ്ടർ കൊണ്ടുവരാനായിട്ട് എളുപ്പത്തിന്. ഓക്കെ, ഇത്രയുമാണ് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സിൽ പറയുന്നത്. വായിച്ചു നോക്കിക്കോളൂ പോയിന്റ്സുകള്. Operational safety checks. പോയിന്റ്സുകളാണ്, വായിച്ച് മനസ്സിലാക്കി വായിക്കാട്ടോ ഓരോ പോയിന്റുകളും. കംപ്ലീറ്റ് ചെയ്തോ? ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കാം കേട്ടോ. അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി പഠിച്ച് കംപ്ലീറ്റ് ചെയ്തല്ലോ. നെക്സ്റ്റ് വന്ന് നോക്കാം, ഹാൻഡിലിംഗ് ആൻഡ് യൂസ്. എങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഗ്യാസ് cylinders should always be used in vertical position if not specifically designed to be used otherwise. അതായത് എപ്പോഴും നമുക്കറിയാലോ സിലിണ്ടർ എല്ലാം ഒരേ ഷേപ്പിലൊക്കെ ആയിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേറെ ആ സ്പെഷ്യൽ ആയിട്ടൊന്നും രൂപകൽപ്പന ചെയ്തിട്ടില്ലെങ്കിൽ നമ്മള് ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കാണ്. അതായത് ഇങ്ങനെ നേരെ കുത്തനെ വെക്കണം എപ്പോഴും, അല്ലാതെ ചരിച്ചിട്ട് കിടത്തില്ല. സിലിണ്ടർ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷൻ ആയിരിക്കണം. സെക്കൻഡ് വൺ,
Gas cylinders should always be safely regulated to prevent them falling over. Falling over എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ വീഴാതിരിക്കാനായിട്ട് അത് falling മീൻസ് വീണ് പോകാതെ സുരക്ഷിതമായിട്ട് നിൽക്കണമെന്ന്, കറക്റ്റ് ആയിട്ട് അത് കൃത്യമായിട്ടൊക്കെ പൊസിഷനിൽ വെച്ചിരിക്കണം. വീണ് പോകാൻ വീഴാതിരിക്കാനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ സേഫ് ആയിട്ട് വെച്ചിരിക്കുക. Cylinders must always be secured to a trolley when being shifted. സിലിണ്ടർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് എന്താണ് ഷിഫ്റ്റ് ചെയ്ത് മാറ്റുമ്പോൾ ട്രോളിയിൽ അത് സുരക്ഷിതമായിട്ട് വേണം നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. Make sure that the cylinder's gas is it the right one for intentional use. Intentional use എന്ന് വെച്ചാൽ എന്താണ്? അനുയോജ്യമായിട്ടുള്ള ഉപയോഗത്തിനുള്ള ഗ്യാസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണമെന്ന്. അതായത് ഇപ്പോ ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കാം, അപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഓക്സിജൻ എന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇന്റൻഷണൽ അനുയോജ്യമായിട്ടുള്ള ഉപയോഗത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് അത് പേഷ്യന്റിന് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണോ ആ മെഡിക്കൽ ഗ്യാസ് തന്നെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക. Sort out and obviously mark full and empty cylinders. Sort out ചെയ്യാന്ന്, അതായത് ഇങ്ങനെ വേർതിരിച്ച് വെക്കണം എന്ന്. അപ്പൊ തീർന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാകും, ഫുൾ ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാകും. അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാന്ന്. കൂടിക്കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല. തീർന്നത് എംപ്റ്റി ആയിട്ടുള്ളത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക, ദെൻ ഫുൾ ആയിട്ടുള്ളത് ഒരു സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുക. Be dressed in an appropriate personal protective equipment like safety shoes and safety spectacles. Spectacles എന്ന് വെച്ചാൽ എന്താണ്? സ്പെക്ടക്കിൾസ് സേഫ്റ്റി ആയിട്ടുള്ള, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം എന്ന് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എന്താണ് സേഫ്റ്റി ആയിട്ടുള്ളത് സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മള് കണ്ണടകളും മാസ്കുകളൊക്കെ പോലെ വലിയ നമ്മള് ഫേസ് മാസ്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കുക. Never roll, drag or drop cylinders or allow them to strike each other. ഇനി സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഉരുട്ടാനോ അല്ലെങ്കിൽ ഉരുട്ടിക്കൊണ്ടുപോകാനോ വലിച്ചിഴക്കാനോ പാടില്ല. അതുപോലെ തന്നെ എന്താണ് പരസ്പരം അടിക്കാൻ പാടില്ല. അടിക്കാൻ വെച്ചാൽ സ്ട്രൈക്ക് ചെയ്യാന്ന് കൂട്ടി ഉരസാനൊന്നും പാടില്ല. കാരണം ഇത് ഗ്യാസ് സിലിണ്ടർ ആണല്ലോ. അപ്പൊ അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താണ് ചോർച്ചയോ അല്ലെങ്കിൽ ലീക്കേജസ് വരാം, ചിലപ്പോൾ പൊട്ടിത്തെറിക്കേണ്ട ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഉരുട്ടാനോ വലിച്ചഴിച്ചൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടെണ്ണം തമ്മിൽ കൂട്ടി ഉരസാനും പാടില്ല. Turn off all valves when cylinders are not in use. സിലിണ്ടർ ഉപയോഗത്തിൽ ഇല്ലാത്ത സമയത്ത് എപ്പോഴും സിലിണ്ടറിന്റെ വാൽവ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നവർ കുറച്ച് പേരൊക്കെ ഉണ്ടാകും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു ദിവസം ഇല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോകുകയൊക്കെ ആണെങ്കിൽ ഈ സിലിണ്ടറിന്റെ വാൽവ് താഴത്ത് നമ്മുടെ സിലിണ്ടർ ഗ്യാസ് അല്ല സിലിണ്ടർ താഴെ ഓഫ് ചെയ്തിടാറുണ്ട് ഉപയോഗം കഴിയുമ്പോൾ. അല്ലെങ്കിൽ നൈറ്റ് നമ്മള് പാചകമൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഓഫ് ചെയ്യാറുണ്ട്. എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട് സ്ഥിരം? കുറച്ചുപേരൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം വേറെ ലീക്കേജസ് ഒന്നും ചെയ്യാറുണ്ട്. ഓക്കെ, രണ്ടുപേര് മാത്രമേ ചെയ്യാറുള്ളൂ. ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല, അമ്മ ചെയ്യാറുണ്ട്. ഓക്കെ, ആരെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ വീട്ടില്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗത്തിലില്ലാത്തപ്പോ മാക്സിമം എപ്പോഴും എന്ത് ചെയ്യുക, വാൽവ് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, when the cylinder is not in use, the valve protection cap shall be in place to protect the valve. ഇനി സിലിണ്ടർ ഉപയോഗത്തിൽ ഇല്ലാത്തപ്പോഴും നമ്മൾ സിലിണ്ടറിന്റെ വാൽവ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാൽവ് ക്യാപ്പ് വെക്കാണ്. വാൽവ് ക്യാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ ആ ഒരു വാൽവ് മീൻസ് ലീക്കേജ് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ക്യാപ്പുകൾ മീൻസ് ചെറിയ മീൻസ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്ന ഒരു കവചം പോലത്തെ സംഭവമാണ്. അപ്പൊ അത് എന്ത് ചെയ്യാം, സിലിണ്ടർ ഉപയോഗത്തിൽ ഇല്ലാത്തപ്പോ എന്ത് ചെയ്യാം, ഈ വാൽവ് ക്യാപ്പ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. വാൽവ് ക്യാപ്പ് അടുത്ത ക്ലാസ്സിൽ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ആ പിക്ചർ കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം വായിക്കാം, ഏതെങ്കിലും ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
മനസ്സിലാക്കി പഠിക്കുക, വായിക്കണം, അതുപോലെ മനസ്സിലാക്കി പഠിക്കാട്ടോ. നിങ്ങള് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച ചില പോയിന്റ്സുകൾ മറന്നു നോക്കും. നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴും എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏകദേശം അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വായിക്കാം. ദെൻ എക്സാമിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഇതിലുള്ളത് തന്നെ നമുക്ക് ടെക്സ്റ്റിൽ എന്താണോ അത്രയും മാത്രം നിങ്ങളോട് ചോദിക്കുള്ളൂ. ഇതിൽ കൂടുതൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല. ഈ കളർ കോഡുകളൊക്കെ കൃത്യമായിട്ടൊക്കെ പഠിച്ചു വെക്കുക. ദെൻ അത്യാവശ്യം മനസ്സിലാക്കി വായിച്ചു വെക്കുക. ബാക്കി ഓപ്ഷൻ ഉണ്ടല്ലോ, അത്യാവശ്യം ക്ലാസ് കേൾക്കുന്ന ഒരു സ്റ്റുഡൻസിനും അത്യാവശ്യം പഠിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഓപ്ഷൻ നോക്കി നമുക്ക് ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ? ഹാൻഡിലിംഗ് ആൻഡ് യൂസ് കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഓരോ പോയിന്റ് വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇനി നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ലിഫ്റ്റ് ചെയ്യുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പറയുന്ന പോയിന്റ്സുകളൊക്കെ ഓരോ സുരക്ഷാ മാർഗങ്ങളാണ് കേട്ടോ. എങ്ങനെയാണ് ഓരോ മെഡിക്കൽ ഗ്യാസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ, ഹാൻഡിൽ ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ പോയിന്റ്സുകൾ. ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട്. പോയിന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കാം അല്ലേ? കുഴപ്പമില്ല. ലാസ്റ്റ് മൊഡ്യൂൾസ് ഒക്കെ എങ്ങനെയാണ് കേട്ടോ, കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ആദ്യം നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചതുപോലെയാണോ? വ്യത്യാസമില്ലേ? ഏറെക്കുറെ വ്യത്യാസങ്ങളുണ്ട് ഇല്ലേ? കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം. ഇത് പഠിക്കാൻ ഒത്തിരി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണാം. പോയിന്റ്സുകളൊക്കെ ഉണ്ട് ഇല്ലേ? ചില ചാപ്റ്ററുകൾ അങ്ങനെയാണ്. അതായത് കുറച്ചും കൂടി നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തേർഡ് ഫോർത്ത് മൊഡ്യൂൾസിൽ വരുന്നത്. ചിലപ്പോ പെട്ടെന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകൾ പോലെ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് മാക്സിമം ഷോർട്ട് ആക്കിയാണ് തന്നിരിക്കുന്നത്. അപ്പോ അത് നമ്മൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം കുറച്ച് എഫോർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു സെക്ഷൻ ആണ് അല്ലേ? എന്ത് ഇമോജിയൊക്കെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മള് കുറച്ച് കഷ്ടപ്പെടേണ്ട ഒരു ഭാഗങ്ങളാണ് തേർഡ് ഫോർത്ത് മൊഡ്യൂൾസ്. അപ്പൊ അത് കുറച്ച് ചിലപ്പോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകാം. മാക്സിമം എളുപ്പത്തിലാണ് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി കുറച്ച് എഫോർട്ട് എടുത്ത് പഠിക്കണം. ഒരു ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിനെയും കുറച്ചും കൂടി നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആകാനായിട്ട്. അപ്പോ എക്സാമിന് വേണ്ടി കാത്തിരിക്കേണ്ട, കിട്ടുന്നതനുസരിച്ചിട്ട് ഓരോ ചാപ്റ്റർ പഠിച്ചു പോകും. നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എല്ലാം സെയിം പോലെ, എല്ലാ ചാപ്റ്ററുകളും സെയിം പോലെ എന്നാണ് ഉദ്ദേശിച്ചത്? സെയിം പോലെ ആവാൻ ചാൻസ് ഇല്ലല്ലോ. എല്ലാം ഒരേ ലെവലാണെന്നാണോ ഉദ്ദേശിച്ചത്? ആണോ? അല്ല. ഓക്കെ, ബുദ്ധിമുട്ടാണെന്നാണോ? ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല. നമ്മള് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടന്നല്ലോ. അപ്പൊ ജനറൽ ടോപ്പിക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മനസ്സിലാക്കി പഠിക്കേണ്ട ഏരിയയാണ്. നിങ്ങൾ തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അത്രേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ കുറച്ച് എഫോർട്ട് എടുക്കാം, മതി. എഫോർട്ട് എടുത്താൽ അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. നോക്കാം. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടർ യൂസ് സിലിണ്ടർ ട്രോളിംഗ്. നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എടുത്ത് പൊക്കിക്കൊണ്ട് വരികയല്ല, മറിച്ച് എന്ത് ചെയ്യാം? സിലിണ്ടർ ട്രോളി ഉപയോഗിക്കാം. അതായത് സിലിണ്ടർ കൊണ്ടുവരാനായിട്ടുള്ള ട്രോളി ഉപയോഗിച്ചിട്ട് വേണം സിലിണ്ടർ ഷിഫ്റ്റ് ചെയ്യുവാൻ. യൂസ് appropriate protective valve caps and covers to cylinder before transporting. സിലിണ്ടർ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാൽവ് ക്യാപ്പ് വെക്കണം എന്ന്. അതായത് അത് കവറൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വാൽവ് ക്യാപ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് വാൽവ് ക്യാപ്പ് വെക്കുക. Then shift the cylinders with valve caps. Do not lift സിലിണ്ടേഴ്സ് ബൈ ക്യാപ്പ്. അതായത് നമ്മൾ
സിലിണ്ടർ ക്യാപ്പുകൾ വെച്ചിട്ട്, നമ്മൾ ക്യാപ്പ് എന്ന് വെച്ചാൽ മനസ്സിലായോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പിക്ചർ കാണിക്കാം ടീച്ചർ. ടീച്ചർ പിക്ചർ എടുത്തിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. സിലിണ്ടർ ക്യാപ്പ് എന്ന് വെച്ചാൽ ആ വാൽവിനെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള ഒരു ക്യാപ്പാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോ വാൽവ് വെച്ചിട്ട്, അതായത് ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത്, നമ്മള് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വാൽവ് ക്യാപ്പ് വെക്കണമെന്ന്. നമ്മൾ ഇപ്പോ ട്രോളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇറക്കിയാണ് സിലിണ്ടർ, അപ്പോഴും എന്ത് ചെയ്യണം? വാൽവ് ക്യാപ്പ് വെച്ചിരിക്കണം. പിന്നെ ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ക്യാപ്പ്, ഈ സിലിണ്ടർ ഇറക്കുമ്പോൾ ആ ക്യാപ്പ് വെച്ചിട്ടുണ്ടാവുമല്ലോ, ക്യാപ്പുമോ പിടിച്ച് പൊക്കാൻ പാടില്ലാന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ വലിയ ബലമൊന്നും ഉണ്ടാവില്ല. അപ്പോ ക്യാപ്പൊക്കെ പിടിച്ച് പൊക്കിയാലും ചിലപ്പോൾ സിലിണ്ടർ താഴെ വീണ്ടും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു വെയിറ്റ് ഉള്ള പാത്രമൊക്കെ ആണെങ്കിൽ അടപ്പരുമ പിടിച്ച് പൊക്കരുത് എന്ന് പറയില്ലേ? ടോപ്പിൽ പിടിച്ച് പൊക്കരുതും, ആ പാത്രത്തിന് നമ്മൾ അടിയിൽ നിന്ന് കവർ ചെയ്ത് പിടിക്കണം എന്ന് പറയും. ചില വെയിറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ പറയാറില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ തൂക്കുപാത്രം പോലത്തെ പാത്രമൊക്കെ ആണെങ്കിൽ മുകളിൽ മാത്രം പിടിച്ച് പൊക്കരുത് എന്ന് പറയും. എന്താണ്? താഴെ വെയിറ്റ് ഉണ്ട്, അപ്പൊ താഴോട്ട് വീണ്ടും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പറയുന്നത് ക്യാപ്പ് വെച്ചിട്ടുണ്ടാകും സിലിണ്ടറിന്റെ മുകളിൽ. സോ ആ ക്യാപ്പുമ്പോൾ പിടിച്ചിട്ട് സിലിണ്ടർ പൊക്കാൻ നിൽക്കരുതെന്ന്, മൊത്തത്തിൽ പൊക്കണം. കാരണം ക്യാപ്പിന് വലിയ കട്ടിയൊന്നുമില്ല, പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്യാപ്പാണ്. അതുകൊണ്ട് ഇത് വേണം, ക്യാപ്പിൽ പിടിച്ചൊരിക്കലും സിലിണ്ടർ പൊക്കാൻ പാടില്ല. Then do not shift with the regulator attached. റെഗുലേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാകും, അതൊന്നും നമ്മൾ മാറ്റാൻ പാടില്ലാന്ന്. ഈ ഗ്യാസ് സിലിണ്ടറിൽ റെഗുലേറ്റർ ഉണ്ടാകും, അതായത് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റെഗുലേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാകും. സോ ഈ റെഗുലേറ്റർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ മാറ്റാൻ പാടില്ല. Cylinders must be fastened safely in upright position storage. സിലിണ്ടർ കുത്തനെയുള്ള, ഫസ്റ്റ് എന്ന് വെച്ചാൽ കുത്തനെയുള്ള സ്ഥാനത്ത്, അപ്രൈറ്റ് പൊസിഷൻ സ്റ്റോറേജിൽ എപ്പോഴും വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, വെർട്ടിക്കൽ ആയിട്ട് എപ്പോഴും വെച്ചിരിക്കണം. അറിയാനൊന്നും പാടില്ല, ചരിവുള്ളൊന്നും വെക്കാൻ പാടില്ല. എപ്പോഴും അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ വെച്ചിരിക്കാം. Then gas cylinder should not be stored for long period of time. Purchase only required quantities of gas to cover short-term needs. അതായത് ദീർഘനേരം നമ്മൾ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ടൈം, ചെറിയ ഒരു ഷോർട്ട് ടേം പീരീഡ്സിന് വേണ്ടി മാത്രം പർച്ചേസ് ചെയ്യാന്ന്. അതായത് ഒരുപാട് നമ്മുടെ അളവിൽ കൂടുതലായിട്ട് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കാൻ പാടില്ലാന്ന്. അതായത് തീരുമ്പോ നമുക്ക് നെക്സ്റ്റ് അടുത്ത സിലിണ്ടർ ഉപയോഗിക്കാം. ചെറിയ കാലയളവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. Then properly secure the cylinder at all times, straps, belts or chains. ഇതുപോലെ തന്നെ നമ്മള് സെക്യൂർ ആയിട്ട് വേണം സിലിണ്ടർ നമ്മൾ കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്നതൊക്കെ വേറെ വലിയൊരു ലോറിയിലൊക്കെ കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുടെ പാചക ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയായിട്ട് വരും, അതിലത്തെ കൂടി സിലിണ്ടർ വേണ്ടി പോകുമ്പോൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും ശ്രദ്ധിച്ചിട്ടില്ല? റോട്ടിൽ പോകുമ്പോഴേ ഗ്യാസ് സിലിണ്ടറിന്റെ വണ്ടി പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാചക സിലിണ്ടർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? സ്ട്രാപ്പൊക്കെ ഇട്ടിട്ടുണ്ടാകും, ചെയിനും സ്ട്രാപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ടാകും മറിയാനും, അല്ലെങ്കിൽ കറക്റ്റ് ടൈറ്റിലായിരിക്കും വെച്ചിരിക്കുന്നത്, ഇല്ലേ? കറക്റ്റ് പൊസിഷനിലൊക്കെ അനുസരിച്ച് വെച്ച് അതൊന്നും ചങ്ങലയൊക്കെ ഇട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കമൊക്കെ സംഭവിച്ച് വീഴാത്ത രീതിയിൽ സ്ട്രാപ്പും അതുപോലെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് വളരെ ടൈറ്റ് ചെയ്തിട്ട് അത്രയും സേഫ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഹോസ്പിറ്റലിലേക്കുള്ള സിലിണ്ടറുകളും അതുപോലെ നമ്മുടെ പാചക സിലിണ്ടറുകളൊക്കെ കൊണ്ടുപോകുമ്പോ ആ വണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പിക്ചറുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി കാണാത്തവരുണ്ടെങ്കിൽ പിക്ചർ കാണാം, അല്ലെങ്കിൽ നമ്മള് വഴിയിലൂടെയൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സേഫ് ആയിട്ടാണോ, സ്ട്രാപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കുമല്ലോ ഇനി. നോക്കില്ലേ, നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെ അറിയണം. നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിലല്ലേ ഒരു അർത്ഥമുള്ളൂ, ആണോ? പിന്നെ നോക്കാട്ടോ, ശ്രദ്ധിക്കണം. ഇങ്ങനെ ചങ്ങലയും ഇതൊക്കെ ഇട്ടിട്ടാണോ, സേഫ് ആയിട്ടാണോ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. Store gas cylinder in cool, dry, well ventilated area away from unsuitable materials and ignition sources. എന്താണ് പറയുന്നത്?
അതായത് ഗ്യാസ് സിലിണ്ടർ അനുയോജ്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും, അതായത് ജ്വലന, അതായത് എന്താണ് മീൻസ് കത്താൻ ചാൻസ് ഉള്ള വസ്തുക്കളിൽ നിന്നൊക്കെ നീക്കി അകലത്തായിട്ട് വേണം വെക്കാണ്ട്. അതുപോലെ കൂളായിരിക്കണം, ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ വെക്കണം, വെന്റിലേറ്റർ ഒക്കെ ഉള്ള ഏരിയയിലായിരിക്കണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പൊ തീ പിടിക്കാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസ് അതൊക്കെ മാറ്റി വേറൊരു ഏരിയയിലോട്ട് വേണം വെക്കുക. ഗ്യാസ് സിലിണ്ടർ ഷുഡ് സ്റ്റോർഡ് അവേ ഫ്രം സോഴ്സ് ഓഫ് ഇഗ്നിഷൻ, അതായത് ജ്വലന സാധ്യതകളിൽ നിന്നും അകലത്ത് വേണ്ടി വെക്കുക. അതർ ഫ്ലെയിമബിൾ മെറ്റീരിയൽ ഓർ ഓക്സിജൻ സിലിണ്ടർ, ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ അതുപോലെ തന്നെ മറ്റ് കത്താൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ അവിടെ നിന്നൊക്കെ നീക്കി വെക്കണം സിലിണ്ടറുകൾ. വെൻ നോട്ട് ഇൻ യൂസ്, സ്റ്റോർ ഗ്യാസ് സിലിണ്ടർ സേഫ്ലി ആൻഡ് ഷുഡ് ബി പ്രോപ്പർലി റെസ്ട്രെയിൻഡ്. അതായത് ഇപ്പൊ നമ്മള് ഉപയോഗത്തിലല്ലാത്തപ്പോൾ, ഗ്യാസ് സിലിണ്ടറിന്റെ ഉപയോഗം അവിടെ ഇല്ല, ഉപയോഗത്തിലല്ലാത്തപ്പോൾ ഗ്യാസ് സിലിണ്ടർ എപ്പോഴും സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ റെസ്ട്രെയിൻ എന്ന് വെച്ചാൽ അതിനെ പ്രോപ്പർ ആയിട്ട് തന്നെ നിയന്ത്രിക്കണം എന്ന്, അതിന്റെ റെഗുലേറ്റർ ഒക്കെ ഓഫ് ആണോ അല്ലെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാന്ന്. സേഫ് ഉപയോഗത്തിലല്ലെങ്കിൽ പോലും നമ്മൾ അത് സുരക്ഷിതമായിട്ട് തന്നെ സേഫ് ആയിട്ട് വേണം ഗ്യാസ് സിലിണ്ടർ വെക്കുക. ഓക്കെ, ഇത്രയുമാണ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഒന്നുകൂടി വായിക്കണോ പോയിന്റ്സുകൾ? റിപ്പീറ്റ് ചെയ്യണോ ഒരു പ്രാവശ്യം കൂടി? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ, വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റും മീനിങ് മനസ്സിലാക്കി വായിക്കുക. എന്നിട്ട് ടീച്ചർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. ഓരോന്നും മനസ്സിലാക്കി വായിക്കണേ പോയിന്റ്സുകള്. ഇഗ്നിഷൻ മീൻസ് ജ്വലന സാധ്യതയുള്ളത്, ജ്വലിക്കുന്ന കത്താൻ ചാൻസ് ഉള്ള വസ്തുക്കളൊക്കെ. ചെയ്തോ? വായിച്ചോളൂ. ഓക്കെ, നോക്കാം. നമ്മൾ എടുത്തത് എത്രയും വന്ന് നോക്കാം കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റത്തില് പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ളത്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ആണ് നോക്കിയത്. ദെൻ കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ ഗ്യാസിന്റെ കളർ കോഡ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഓക്സിജൻ വൈറ്റ് കളർ ആണ്, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ യെല്ലോ, then nitrogen black color, carbon dioxide grey color. Then same practices when working with the compressed gases. Compress ചെയ്തിട്ടുള്ള മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സേഫ് ആയിട്ട് ചെയ്യുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതില് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു
ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ്. കണ്ടന്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. നമ്മൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് അതിനുള്ളിലുള്ളതെന്ന് തിരിച്ചറിയണം. ദെൻ എപ്പോഴും കളർ കോഡിങ്ങിനെ മാത്രം ആശ്രയിക്കാൻ പാടില്ല, സപ്ലയറിൽ നിന്നും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ദെൻ ടാഗും മറ്റും റിമൂവ് ചെയ്യാൻ പാടില്ല. ഇനി ടാഗും മറ്റും ഇല്ലാത്തതാണെങ്കിൽ വെണ്ടറെ വിളിച്ചിട്ട് റിമൂവ് ചെയ്യിക്കുക. അതുപോലെ തന്നെ MSDS വായിച്ച് നോക്കുക. മെറ്റീരിയൽ ഡാറ്റ സെക്യൂരിറ്റി ഡാറ്റ ഷീറ്റ് യൂസർ മാനുവൽ പോലെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക. ദെൻ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പ്രവർത്തനം, അതായത് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും സെക്യൂർഡ് ആയിട്ട് വെക്കുക. ദെൻ സിലിണ്ടർ വാൽവ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്കും ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസും ആയിരിക്കണം. ദെൻ സ്റ്റോർ ചെയ്യുന്ന ഏരിയ സേഫ് ആയിരിക്കാം, വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു ഹാൻഡിലിംഗ് ആൻഡ് യൂസ്, അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കുക. ദെൻ നമ്മൾ ഒരയ്ക്കാനും അല്ലെങ്കിൽ തട്ടാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ദെൻ ട്രോളിയിൽ വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ദെൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, ഫുൾ ആയിട്ടുള്ളതും എംപ്റ്റി ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഉൾട്ടാണ് വലിച്ചിഴയ്ക്കാനൊന്നും പാടില്ല. ദെൻ വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഉപയോഗിക്കുക. വാൽവ് എപ്പോഴും ഉപയോഗത്തിലില്ലാത്തപ്പോൾ ഓഫ് ചെയ്യുക. ദെൻ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു സിലിണ്ടർ എപ്പോഴും ട്രോളിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യണം. ദെൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ബെൽറ്റും ചെയിനൊക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് വേണം കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഏകദേശം നമ്മൾ ഓരോ മെഡിക്കൽ ഗ്യാസ് കംപ്രസർ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സേഫ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? കുറച്ചധികം പോയിന്റ്സുകളൊക്കെ ഉണ്ട്. കുറച്ചധികം നമ്മൾ എഫോർട്ട് എടുത്ത് വായിച്ച് പഠിക്കണം. ഓക്കെ, നന്നായിട്ട് വായിക്കാം. ഓരോ പോയിന്റും ഇതുപോലെ മനസ്സിലാക്കി പഠിക്കാം നിങ്ങൾ. ഓക്കെ, ഹാർഡ് ചെയ്യുന്നതിലുപരി മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സിന്റെ യൂസും ദെൻ എങ്ങനെയൊക്കെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യേണ്ട ഡ്യൂട്ടീസ്. ഓക്കെ, ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്കുള്ള എങ്ങനെയൊക്കെയാണ് അവർ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ ഗ്യാസ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എടുത്തത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? പോയിന്റ്സ് അതുകൊണ്ട് കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻ ഒക്കെയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തി പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചറും കൂടി കുറച്ച് കാണിച്ചു തരാം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു ഓൾ.